പൊന്നിടാവേ, ഞാൻ എന്റെ കെട്ടിയോന്റെ നിന്ന് കൊണ്ട് അടി പോലൊന്നും ഈ ലോകത്തൊരു പെണ്ണും കൊണ്ടുണ്ടാവില്ല. ഇനി എനിക്ക് അടി കൊള്ളാൻ വയ്യ. എന്തിനാ വല്ലവന്റെ അടി കൊണ്ട് നമ്മൾ ജീവിതം വേസ്റ്റ് ആക്കുന്ന? ലിവിങ് ടുഗദർ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, എനിക്കത് ആഗ്രഹമൊക്കെ ഉണ്ട്. കൊള്ളായിരിക്കല്ലേ? അല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാനുണ്ടല്ലോ, ജീവിതത്തിൽ പേടിയുള്ള എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ. ബട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേടിയാണ്. മനസ്സിലായോ? കാരണം അത് പിന്നീട് നമ്മളെ തലയിലാവരുത്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് പ്രാരാബ്ദങ്ങൾ. തലയിലാവാതിരിക്കാനാണല്ലോ ലിവിങ് ടുഗദർ എന്ന സംഭവം. ലിവിങ് ടുഗദറും ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാണ്. പെർഫെക്റ്റ്. ലിവിങ് ടുഗദർ ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലിവിങ് ടുഗദർ ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എല്ലായിടത്തും വേണ്ടത് ഒരാളും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോ വേണ്ടത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതില്ലാത്തവർക്ക് എന്തോ ടുഗദർ ഒരു കാര്യം. മാരേജ് ആണോ ലിവിങ് ടുഗദർ? ഒരു ലിവിങ് റിലേഷൻഷിപ്പിലോട്ട് പോകാത്തോണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, അല്ല, പാറുവിന്റെ ഇഷ്ടം ഏതാണ്? അതാ പറഞ്ഞ് എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അത് നമുക്ക് അറിയണം. ഇപ്പൊ എനിക്ക് നിന്നെ എന്നോട് ചോദിക്കുന്നത് നിനക്ക് ബിരിയാണി ആണോ ഇഷ്ടം, സദ്യയാണോ ഇഷ്ടം? രണ്ടും കഴിച്ചാലേ എനിക്കത് ഏതാ ഇഷ്ടം എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, കഴിക്കാത്തൊരു സാധനത്തിനെ കുറിച്ച് എനിക്ക് ഇഷ്ടം പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് എന്തും. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന എൻ്റെ ഒരു വിശ്വാസം അല്ലേ? അതല്ലേ എൻ്റെ ഒരു ഇത്. ഇപ്പൊ നിന്നോട് ഞാൻ ചോദിച്ചാൽ നിനക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിനക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റും. പാറുവിന്റെ ഒരു അഭിപ്രായത്തില് കൂടുതല് കാണാൻ ഭംഗിയുള്ള സ്ഥലം UK-യിലായിരിക്കുമോ അതോ പാകിസ്ഥാനിലായിരിക്കുമോ? കേട്ടില്ല, മനസ്സിലായില്ല. നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുള്ള നല്ല സ്ഥലങ്ങള് പാകിസ്ഥാനിലായിരിക്കോ അതോ UK-യിലായിരിക്കോ? എനിക്ക് എങ്ങനെ പാറുവിന്റെ ഒരു അഭിപ്രായം. എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ആകെ ടൂർ പോയത് ഊട്ടിയിലേക്കാണ്. അത് ഒരു തവണ ഫാമിലിയുടെ കൂടെ. ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോലും എന്നെ എങ്ങടും വിട്ടിട്ടില്ല. എനിക്ക് എങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ലോകവിവരം ഇല്ലിക്ക അങ്ങനെ. സത്യം, അതാണ് സത്യം. ഇല്ല. ഒരാളാണെങ്കിൽ എന്നെ പാരീസിൽ കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് പറ്റിക്കുകയും ചെയ്തു. ആ അടുത്ത പോലെ എന്നെ കണ്ടുപിടിക്കാൻ. അയ്യോ ജോൺസൺ ചേട്ടാ, അദ്ദേഹം ഇവിടെ ഇങ്ങനെ കണ്ണ് കാണാത്ത പോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പറഞ്ഞു നടക്കുന്നത് ഞാനും കാണാറുണ്ട്. പക്ഷെ അങ്ങേരല്ല, തെറ്റിദ്ധരിക്കുന്ന അങ്ങേരുടെ വൈഫാണ്. ചാടി ഒന്നും പറയാൻ ഭാര്യയാണ്. അങ്ങനെ ആ ഐഡി കാണുമ്പോ പാറു നിങ്ങൾ അന്വേഷിച്ചൊന്നും പറയണ്ട, ഓന്റെ കെട്ടിയോളാണ് നടക്കുന്നത്. ഓക്കെ, സജു ഹലോ, വൈഫാണോ? അല്ല, ഇത് എന്റെ ഫ്രണ്ട് പ്യാറു. നമ്മളെ കണ്ട അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കും ആൾക്കാര്. ഇവിടെ പറഞ്ഞാൽ ഇത് പബ്ലിക് ആയിട്ടുള്ള ലൈവാണ്. അപ്പൊ പബ്ലിക്കില് വന്നിട്ട് അവർക്ക് ചോദിക്കാം, മറുപടി കൊടുക്കണം. ഏത് തരത്തിൽ കൊടുക്കണ്ടെന്നുള്ളത് നമ്മളെ ഇഷ്ടം. എങ്ങനെ ചോദിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടം. അവര് ചിലപ്പോ മോശമായിട്ട് ചോദിക്കും, നമുക്ക് മോശമായിട്ട് മറുപടി പറയണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ അവര് ബ്ലോക്ക് ആക്കാതിരിക്കും. അതൊക്കെ അതിന്റെ രീതിയാണ്. നീ കുളിച്ചതാണോ തലയിൽ എണ്ണ തേച്ചതാണോ? ഞാന് കുളിച്ച് ഇങ്ങനെ വന്നിരിക്കണ. ഞാൻ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. കുളിച്ചില്ലല്ലേ? ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് വേർത്ത് വന്നിരിക്കുക നാറിയിട്ട്. പന്നി കുളിച്ച് ഞാനൊരു താരനൊരു എണ്ണ തേക്കുന്നില്ല, നാട്ടിൽ നിന്ന് കൊടുന്ന്. അത് തേച്ചിട്ടിരിക്കും മൊത്തം. നിന്റെ മുഖത്ത് മൊത്തം എണ്ണ. ഞാൻ അത് തേച്ച് ഈ കുളിക്കുന്നതിന് മുന്നേക്കെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചത് കുളിക്കുമ്പോ അതാണ് കഴുകി കളഞ്ഞത്. അല്ല, ഞാന് വേർത്ത് കുളിച്ചിട്ടാണ് വന്നത്. അപ്പൊ വേഗം കുളിച്ച്. പക്ഷെ ഇത് ഈ എണ്ണ ഞാൻ തേച്ചിട്ട് നടക്കുക അധികം. ഇതിപ്പോ യൂസ് ചെയ്യുന്ന അധികം ഈ എണ്ണ തന്നെ. അല്ലെങ്കിൽ പ്രശ്നം മുടി ഒഴിയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പൊ നിനക്ക് സുഖാണോ? സുഖാണോ മലപ്പുറം? എന്നോടാണോ സുഖാണോന്ന്? എന്നോടാ ചോദിച്ചത്. നിന്നോട് ആരും ചോദിക്കുന്നത് സുഖാണോ? അതാടാ എനിക്ക് സത്യം പറഞ്ഞ സുഖാണോ? സുഖമാണ്. കാരണം 3 നേരം തിന്നാനുള്ള 5 നേരം തിന്നാനുള്ള ഫുഡ് ഉണ്ട്, ഡ്രസ് ഉണ്ട്, താമസിക്കാൻ ഒരു വീടുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സന്തോഷാണോന്ന് ചോദിച്ചാൽ അല്ല. സുഖാണ്. സന്തോഷാണോന്ന് ചോദിച്ചാൽ അല്ല.
സുഖത്തിന് കുറവൊന്നുമില്ല, അൽഹംദുലില്ലാ, പടച്ചോനെല്ലാം തരുന്നുണ്ട്. അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ല, എന്നാലും ഒരു സങ്കടം. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചോദിക്കാം, അതാ പറഞ്ഞ സുഖത്തിന് കുറവില്ല. 5 നേരം തിന്നാനുള്ള ഫുഡ് ഉണ്ട്, കിടക്കാൻ ഒരു റൂമുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. പക്ഷേ അതാ പറഞ്ഞു, പടച്ചോനെ എല്ലാം തന്നി, സന്തോഷം മാത്രം തന്നില്ല. ആളിവിടെ വന്നു പോയില്ലേ ഇപ്പൊ ഇവിടെ? ഓക്കെ. പ്യാറുന്റെ ലൈഫില് മറക്കാൻ പറ്റാത്ത ഒരു മോശപ്പെട്ട അനുഭവം, അതേപോലെ ഒരു സന്തോഷമുള്ളൊരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും? ഓക്കെ, ഫസ്റ്റ് മോശപ്പെട്ടത് പറയണോ സന്തോഷമുള്ളത് പറയണോ? ആസ് യുവർ വിഷ്. മോശപ്പെട്ട അനുഭവം എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു 7-8 ദിവസത്തോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പട്ടിണി എന്ന് പറഞ്ഞാൽ എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പം 7 ദിവസം ഞാൻ ടോയ്ലറ്റിൽ ഉള്ള വെള്ളം മാത്രം കുടിച്ചിട്ടാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ 7ാമത്തെ ദിവസം എൻ്റെ ബോധം പോയപ്പോൾ എന്നെ ഹസ്ബൻഡ് ആശുപത്രി കൊണ്ടുപോവാം. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ കാണണ്ടായി. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്, ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടത് അവളെ വെച്ച്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഞാൻ നല്ല നല്ല രീതിയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് നിനക്ക് സുഖമല്ലേടിയെന്ന് ചോദിച്ചു. ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു അനുഭവമാണ്. കാരണം ഒരിക്കൽ പോലും അങ്ങനൊരു, ഞാൻ എത്ര പട്ടിണിയാണ് കുട്ടിക്കാലത്ത്. ഞങ്ങൾ അച്ഛന് അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒരു നേരമൊക്കെ പട്ടിണി നടന്നിട്ടൊക്കെ ഉണ്ട്, വയറ് മുറുക്കി തന്നെ ജീവിച്ച്. പക്ഷെ എന്നാലും ഞങ്ങൾ ആരുടെ അടുത്തും ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ അന്ന് അവളെടുത്ത് പറഞ്ഞു, എടി എനിക്ക് ഇത്തിരി ചോറ് മേടിച്ചു തരുമെന്ന് വെച്ചു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ വിഷമമുള്ള ഒരാളാണ്. അത് അയാൾ കൊട്ടേഷൻ ടീമിലുള്ള ആളായിരുന്നു, എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അയാളിങ്ങനെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാ വരിക. അത്രയും ദിവസം തന്നെ പൂട്ടിയിട്ടൊക്കെ പോവാ. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വരിക, ചിലപ്പോൾ അന്ന് തന്നെ വരും. പക്ഷെ ഇയാൾ പോയിട്ട് എൻ്റെ കാര്യം മറന്നതാണോ എനിക്കറിയില്ല. കാരണം എല്ലാം ഉണ്ട്, കുത്തിവെപ്പും എല്ലാ വൃത്തിയായിട്ട് എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പം മേ ബി മറന്നുപോയതായിരിക്കും എൻ്റെ കാര്യം, എന്താന്ന് എനിക്കറിയില്ല. അപ്പോ ഫോണും ഒന്നുമില്ല, ഇല്ല, എനിക്ക് ഫോണില്ല, എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അതും കറണ്ട് കട്ടായിട്ട് കറണ്ട് പോലും ഇല്ലായിരുന്നു. അല്ല അപ്പൊ അവിടെ അയൽവാസികളോ അല്ലെങ്കിൽ എന്താ പറയാ, എടാ എനിക്ക് അത് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. എന്റെ ലൈഫ് ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ബുക്ക് ഉണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. എനിക്ക് അത് ഇവിടെ എന്റെ ലൈഫ് അത്ര ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോ എന്റെ ലവ് മാരേജ് ആയിരുന്നു. എന്നിട്ടാണോ? അതെനിക്ക് അറിയില്ലായിരുന്നു. ആളെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ, എന്റെ അച്ഛൻ വെള്ളം അടിക്കില്ല, എന്റെ കുടുംബത്തിൽ ആരും വെള്ളം അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ഇവൻ വെള്ളം അടിച്ച് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അയ്യോ നിങ്ങള് കള്ളൊക്കെ കുടിക്കുമോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, പിന്നെ നീ എന്താ കരുതി ആണുങ്ങൾ ഇങ്ങനെ തന്നെ, നീ എന്താ കരുതി നിന്നോടുള്ള പ്രേമം മൂത്ത് കല്യാണം കഴിച്ചതാണ് നിന്നെന്നോ, നിന്റെ അഹങ്കാരം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറേ നാൾ പിന്നാലെ നടന്നതല്ലേ, അപ്പൊ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ എന്നാ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങോട്ട് എനിക്ക് നല്ല സുഖമായിരുന്നു, എല്ലാ ദിവസവും നല്ല സുഖമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് ഇൻസിഡന്റ്, ഒരുപാട്. പിന്നെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാടക വീടായിരുന്നു. അപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം അത് ഞാൻ തന്നെ ചെയ്ത് തുടങ്ങിയ ആ ഒരു ഇതില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. ബാക്കി എല്ലാ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിലും ഒരു സങ്കടമുള്ളൊരു ഇതുണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ബാക്കി എല്ലാം സങ്കടമാണ്. ബാക്കി സന്തോഷം എന്ന് പറയാൻ എനിക്ക് കുട്ടിക്കാലത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഓരോ ഓർമ്മകൾ ഉണ്ടാവും, അല്ലാണ്ടൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടിക്ടോക്കിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ലവർക്ക് നല്ലതാണ്, ചീത്ത രീതിയിൽ യൂസ് ചെയ്യുന്നവർക്ക് ചീത്തതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാലും നല്ല ചെയ്താൽ നല്ലത് കിട്ടും, അത്ര തന്നെ. അതെവിടെയാണ്? പ്യാർവതിക്ക് ടിക്ടോക്കില് ശത്രുക്കളുണ്ടോ? എനിക്ക് ശത്രുത ആരോടും ഇല്ല. എന്നോട് ഇങ്ങോട്ട് ശത്രുത ഉണ്ടോന്ന് എനിക്കറിയില്ല. അറിയില്ല.
ആർക്കും പാറുവിനോട് ശത്രുത ഉള്ളതായിട്ട് പാറുവിന് അറിയില്ല. എനിക്കറിയില്ല, ചിലപ്പോ മനസ്സിലൊക്കെ കാണുമായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഫാദിഖാനെ പോലെയും നമ്മുടെ എന്താ റാഫിഖാനെ പോലെയുള്ളവരൊക്കെ ചിലരൊക്കെ പിന്നെ എന്നെ ഇങ്ങനെ പറയുന്നതാണ്, ഞാൻ കാറിൽ പോയി അങ്ങനെ ചെയ്തു, ബൈക്കിൽ പോയി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് എഴുതിയിടുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, എന്നോട് ശത്രുത ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം എനിക്കിവിടെ ഒരു റൂമുണ്ട്. ഞാൻ യു എയിൽ വന്നതിന് ശേഷം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണാണ്. ഒരു 6 അടി കട്ടിലുണ്ട് ഇവിടെ. പിന്നെ എന്തിന് ഞാനൊരു കാറിൽ പോയി റിസ്ക് എടുത്ത്, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആക്ഷൻ കാട്ടി എന്താ? അല്ല, അത് ഞാൻ ആ ഒരു കട്ടിലിന്റെ സുഖത്തിലൊന്ന് കുലുങ്ങിയതാ. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അവർക്ക് എന്നോട് ശത്രുതയൊക്കെ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അസൂയയോ, എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പൊ ഇത് കേട്ടിട്ട് അവര് നാളെ അടുത്ത വീഡിയോ ഇടും. ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടന്മാരെ. ഞാനിപ്പോ എല്ലാം പോസ്റ്റ് ചെയ്യും. നിങ്ങൾ നല്ല ചെയ്താൽ നിങ്ങൾക്ക് നല്ല കിട്ടും. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും നല്ലത് ചെയ്തവർക്ക് നല്ലത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടച്ചോളിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പാറു ലൈഫിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? അറിഞ്ഞുകൊണ്ട് ആരും തെറ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. തെറ്റുകൾ യാദൃശികമായിട്ട് സംഭവിക്കും. അല്ലെ പിന്നെ ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ പോലെ കൊട്ടേഷൻ ടീമിലൊക്കെ ഉള്ളവരായിരിക്കണം. അങ്ങനെയൊക്കെ പാറു അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്തത് തെറ്റായി പോയെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്റെ കല്യാണം തന്നെ വലിയൊരു തെറ്റല്ലേ. എന്താ അവിടെ ക്വസ്റ്റ്യൻ? എന്താ ആ ക്വസ്റ്റ്യൻ വായിക്ക്, നീ പറയാതിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്ക്. നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയ പിന്നെ വേറെ ആരെയും ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയില്ലേ? ഇതെന്ത് ഇന്റർവ്യൂ ആണോ പാറുവിനെ? അല്ലല്ല, ഇത് ഇന്റർവ്യൂ ഒന്നല്ല. അവൻ സ്നേഹത്തിൽ എന്നോട് ചോദിച്ചപ്പോ ഞാൻ സ്നേഹത്തിൽ അതിന് മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളെ. ഇപ്പൊ ടിക്ടോക്കിൽ നിന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയോ? സത്യം. പ്രത്യേകിച്ച് എന്റെ മൂൺലൈറ്റ് 1.5 വർഷമായിട്ട് എന്നെ ഇന്നും എന്റെ എല്ലാ ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതാ. മൂൺലൈറ്റ് സത്യം പറഞ്ഞാൽ മൂൺലൈറ്റ് ഒരു ഫേക്ക് ഐഡിയ ആണല്ലോ. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ആണാണെന്നാ കരുതി. ഇവളിങ്ങനെ വന്നിട്ട് താഴോട്ട് സാരി നല്ലതാണ്, അതാണ് ഇതാണ് അങ്ങനെ ഓരോ കമന്റ് ഇടുമ്പോൾ ഞാൻ കരുതിട്ട് ആണാണെന്ന് കരുതി ഇവളെ ഒരുപാട് ഒലിപ്പിച്ചപ്പോ ഞാൻ 4 വട്ടം എങ്ങാണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവളെ എന്റെ ഓപ്പോസിറ്റ് ഗെയിം ഇടുന്നവരുടെ അടുത്ത് എന്ത് പറയോ, എന്നെ ഒന്ന് ബ്ലോക്ക് മാറ്റാൻ പറയോ, പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് പിന്നെ മാറ്റും. അങ്ങനെ ഇവളെ എന്റെ PM ഇവളുടെ ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു ഞാൻ ശരിക്കും പെണ്ണാണ്, ആണല്ല. ഇവളുടെ ഫാമിലി ഫോട്ടോ, ഇവളുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് പറഞ്ഞു ഞാൻ പെണ്ണാണ്, തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞ അങ്ങനെ അവളുടെ നമ്പരും തന്നിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്ത് കാര്യം ഈ ലോകത്ത് എൻ്റെ ഫാമിലിക്ക് പോലും അറിയാത്ത കാര്യം പോലും അവൾക്കറിയാം. എന്നെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് അവള്. അവളെ കുറിച്ച് ഞാനും മേ ബി അവളുടെ ഹസ്ബൻഡിന് പോലും അവളെ കുറിച്ച് ഇത്രയ്ക്കും അറിയണ്ടാവില്ല. മൂൺലൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പേര്, ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. നീ പോലും എന്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടിക്ടോക്കിൽ നിന്ന് കിട്ടിയതാണല്ലോ, സ്വാഭാവികം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഫാമിലിനോട് ഒരു മിനിറ്റ്, ഫാമിലിനോട് മറ്റേ കാര്യം പറയാൻ പറ്റില്ല. എന്താ കബി മറ്റേ കാര്യം പറ, അത് പറഞ്ഞിട്ട് പോയാ മതി. ഓക്കെ. അപ്പോ പാറുവിന് അങ്ങനെ ഇതാണ് പറയാ, പാറു പറയണത് പാറുവിന് അങ്ങനെ എന്താ പറയാ, ടിക്ടോക്കിൽ അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, പാറുവിന് ആരോടും ശത്രുത ഇല്ല. ഇല്ല, എനിക്ക് ആരോടും ശത്രുത ഇല്ല. എന്നോട് ഇനി ആർക്കെങ്കിലും ശത്രുത ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ എന്തിനാ പുറത്തിറങ്ങുന്നത്? സാരി കാണിക്കണം, കാറ്റ് കിട്ടാൻ. അതിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു അടുത്തൊന്നോളൂ, ഇറങ്ങിക്കണ്ട ഇങ്ങോട്ട് പോരെ. എന്താ അടുത്തേക്ക് വാ, കേക്കൂല പറയണത്. അല്ല എനിക്ക് കേക്കാണ്ട്, ഈ പറഞ്ഞു. അങ്ങനെയൊക്കെ കാര്യങ്ങള്. പിന്നെ യാറൂന് ടിക്ടോക്കിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ക്രഷ് ഒരാളോട്, പാച്ചുവിനോട്. പാച്ചുവിനോടാ? എന്താ 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 ചോയ്ക്ക്, നോ പ്രോബ്ലം, ചോദിച്ചോ, എന്താണ് ചോയ്ക്ക്.
ചോദ്യല്ല. എന്താ പറ 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 എന്താ പറഞ്ഞ പറ എന്താ പറഞ്ഞേ? ഒരാള് ജോയിൻ ചെയ്താ. ആരാ? പാച്ചു? അതെന്റെ ഗേൾഫ്രണ്ട്. ഞാൻ നോക്കുകയാണെങ്കിൽ ടിക്ടോക്കില് മൊത്തം എന്റെ ഗേൾഫ്രണ്ട്സ് അല്ലേ. അങ്ങനെയൊക്കെ കാര്യങ്ങള്. പിന്നെ വേറെ എന്തായിരുന്നു ചോദ്യങ്ങൾ? ഡാൻസ് കളിക്കുമ്പോ പാറു ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആ കുട്ടിക്കാലത്ത്. അപ്പൊ ഡാൻസ് അറിയും? എന്നും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കത്തില്ല, നിർബന്ധിക്കണ്ട. അല്ല ഞാൻ ചോദിക്കാം, ഡാൻസ് അറിയോ? അറിയില്ല. പാട്ട് പാടൂ? എന്തോ പാട്ട് പാടൂ? പാട്ട് പാടാൻ കൊണ്ടുപോയപ്പോ ടീച്ചർ പറഞ്ഞു ഇത് നിങ്ങളുടെ മോക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. ബട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇപ്പൊ സംഘഗാനം പാടാനും അതുപോലെ സംസ്കൃത ശ്ലോകം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർവണി ടിക്ടോക്കില് ആരെയാണ് ഗെയിം കളിച്ച് തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം ആരോടാണ്? അങ്ങനെയൊന്നുമില്ല. ഗെയിം എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ചിലപ്പോ നമുക്ക് സപ്പോർട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. സപ്പോർട്ടേഴ്സ് ആണല്ലോ ഇതിന്റെ മെയിന്. അപ്പൊ നമുക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ജയിക്കാം. അയ്യോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതലായിട്ട് എന്റെ മറുപടിയാ ഞാൻ പറഞ്ഞത്. ചോദിക്കുന്നതിനാണ് ഉത്തരം പറയേണ്ടത്. അതാ പറഞ്ഞ എനിക്ക് അങ്ങനെ ആരെടുത്തും ഗെയിം കളിച്ച് ജയിക്കണം തോന്നിയിട്ടില്ല. ആരോടും ഒരു ഗെയിം കളിച്ചിട്ട് ആളെ എനിക്കൊരു കളി തോൽപ്പിക്കണം എന്ന് പറഞ്ഞു ആരോടും തോന്നിയിട്ടില്ല. എടാ ഇവിടെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ഗെയിം കളിക്കാന്ന്. ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാനുണ്ടല്ലോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഗെയിം കളിക്കുന്നത്, അതിന് ഏർണിങ്സ് ഉള്ളതുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. സോ എനിക്ക് ഗെയിം കളിക്കണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് മത്സരിച്ച് ഒരാളെ തോൽപ്പി അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഞാൻ ചാരിറ്റി നടത്തുന്നുമില്ല. ഓക്കെ, സിമ്പിൾ. വേണ്ട. ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടോ? ഞാനോ? ഏറ്റവും കൂടുതൽ ഞാനാ ചെയ്ത്. അതിന് എനിക്കിപ്പോ നല്ല ദുഃഖം തോന്നുന്നുണ്ട്, നല്ല ഖേദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ശ്രുതി തമ്പിയുടെ ഓപ്പോസിറ്റ് ഏറെക്കുറെ ഒരു 500K 500Kയോളം ശ്രുതി തമ്പിയുടെ മാത്രം ഓപ്പോസിറ്റ് അടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോ അതിൽ ഇന്ന് എനിക്ക് ഖേദം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതിലൊരു 350K 400K അടുപ്പിച്ച് ഞാൻ അടിച്ചത് പ്ലേറ്റ്മാൻ ആണ്. പക്ഷെ ഇതുപോലൊരു നന്ദിയില്ലാത്തവൻ ഭയങ്കര ഖേദം തോന്നുന്നുണ്ട്. പിന്നെ ഞാന് നമ്മുടെ റിയാദ് കാക്കി ശ്രുതി തമ്മിയുടെ ഓപ്പോസിറ്റ് ഒരു 5-6 ലൈൻ അടിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അതെന്റെ ഒരു ഹോബി ആയിരുന്നു. ബട്ട് ഇപ്പൊ എനിക്ക് ഞാൻ ശ്രുതിയോട് പബ്ലിക്കായിട്ട് മാപ്പ് പറയാണ്. ബിക്കോസ് എന്റെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അതിന് ഞാൻ റിയലി സോറി. കാണുന്നുണ്ടെങ്കിൽ പ്ലേറ്റ്മാൻ പാവല്ലേ? അതെ. നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ടാണ്. അവൾക്ക് നീ കണ്ടോ? കാണിച്ചെങ്കിൽ നീ മിണ്ടാണ്ടിരുന്ന് കാണാ പോവുക. അല്ലാണ്ട് നീ എന്തിനാ അഭിപ്രായം പറയാൻ നിക്കുന്നേ? എന്റെ വയറ് എനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കും ഞാൻ. ഓടെ ഇറക്കാം. ഇതാവരുത്, ഇമോഷണൽ ആവല്ലേ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഇത് ഇമോഷണൽ ആയിട്ടല്ല. എന്റെ വയറ്, എന്റെ ശരീരം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഞാൻ. ഇവനൊക്കെ ആരാ അഭിപ്രായം പറയാൻ? പബ്ലിക്കായിട്ട് ഒരു ലൈവിൽ ഇരുന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായി പബ്ലിക്കായിട്ട് കമന്റ് ഇടും. എനിക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, വേണമെങ്കിൽ മറുപടി കൊടുക്കാം.
എന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. അവന് പബ്ലിക്കായി പറയുമെങ്കിൽ എനിക്കും പബ്ലിക്കായിട്ട് പറയാം. അവനെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പ്രകോപിതനാവരുത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ്. അപ്പോ ഫാറൂന്റെ അഭിപ്രായം, അതായത് ഈ ഗെയിമിനെ കുറിച്ചിട്ട്, ടിക്ടോക്കിലെ ഗെയിമിനെ കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. ഫാറൂന്റെ അഭിപ്രായം. ടിക്ടോക്കിലെ ഗെയിമിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. വളരെ നല്ല അഭിപ്രായം. ഫാറൂന് ഗെയിമില് ഇപ്പോ മെറ്റ്ലോയുടെ ഗെയിം ആയിക്കോട്ടെ, ഫാറൂന്റെ ഗെയിം ആയിക്കോട്ടെ, ഫാറൂന് ഗെയിമിൽ ഇഷ്ടമില്ലാത്തത് എന്താണ്? ഗെയിമിൽ ഇഷ്ടമല്ലാത്ത എന്താണ് ഫാറൂന് ഗെയിമില് ആയേ ഇതെന്ത് പരിപാടിയാണ്, അല്ലെങ്കിൽ ഇവരെന്തെങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുള്ളത് എന്താണ്? അത് ചിലപ്പോ ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പബ്ലിക്കായിട്ട് പറയാൻ കൊള്ളില്ലാത്ത ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും പബ്ലിക്കിനെ അറിയാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യും ചിലപ്പോ. വേണ്ട, അത് വേണ്ട, അത് വിട്ടേ, അത് വേണ്ട. ഫാറൂന് വലിയ പണിഷ്മെന്റ് ആരാ തന്നിട്ടുള്ളത് ഫാറൂന് ഗെയിമിൽ? വലിയ പണിഷ്മെന്റ് തന്നിട്ടുള്ളത് പ്രത്യുഷേട്ടൻ. ബിക്കോസ് മിളക് വെള്ളത്തിൽ കിടന്ന്, തറയിൽ മിളക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കിടന്ന് ഉരുളാൻ തന്നത്. ഫാറു കളിച്ചതിലെ ഏറ്റവും നല്ല ഗെയിം ആരുടെ കൂടെ? ഞാൻ കളിച്ചതില് ഏറ്റവും നല്ല ഗെയിം അങ്ങനെ എനിക്ക് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് കളിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ഗെയിമേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ കൂടെ അങ്ങനെ കളിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അത് നീ, പ്ലേറ്റ്മാൻ, പിന്നെ ആസിഫ് ഷാ, അങ്ങനെയുള്ള ചില ആൾക്കാർ, പ്രത്യുഷേട്ടൻ. അതിപ്പോ എത്ര പണിഷ്മെന്റ് കിട്ടിയുള്ളതെന്നുള്ളതല്ല, അവരുടെയൊക്കെ കൂടെ കളിക്കുമ്പോൾ നമുക്കൊരു ഗെയിം സ്പിരിറ്റ് വരും. എന്ന് വെച്ചാൽ ജയിക്കണം ജയിക്കണം എന്നുള്ള ഒരു ഇത് വരില്ലേ. ഇപ്പൊ നിന്റെ ഒക്കെ കൂടെ ആണെങ്കിൽ എനിക്ക് നിന്നെ ആ നേരത്തുണ്ടല്ലോ, നീ എന്റെ ഫ്രണ്ടാന്നൊക്കെ മറക്കും ഞാൻ. നിന്നങ്ങനെ മിക്സിയിലിട്ട് അടിച്ചു കലക്കി കുടിക്കാനൊക്കെ തോന്നും ചില നേരത്ത്. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. പണ്ടൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, നീ എന്നെ കൊണ്ടെടുപ്പിച്ചിരുന്നത്, ഞാൻ നിന്നെ എന്നും കുളിപ്പിക്കും, എന്നും നീ എന്നെ കുളിപ്പിക്കുന്നു, ഞാൻ നിന്നെ കുളിപ്പിക്കുന്നു. ഓർമ്മയുണ്ടോ? അയ്യോ സോറി ചേച്ചി. പാർവണി ടിക്ടോക്കിലുള്ള ട്രോളന്മാരോട് പാർവണി എന്ത് പറയാനുള്ളത്? ട്രോളന്മാരെടുത്ത് നിങ്ങൾ നല്ല ചെയ്താൽ നല്ലത് വരും, അത്ര തന്നെ. അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ വല്ല ക്യാൻസർ സെന്ററിലും പോയി മരുന്ന് മേടിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. രാക്കേ ഭയങ്കര ഞാനൊക്കെ തന്നെ എന്നെ ട്രോളിയ ആ ഏട്ടന്മാരെയൊക്കെ ഞാനിങ്ങനെ, ഈശ്വരോ പണ്ടാരക്കാലന്മാര് തൊലഞ്ഞ് കുത്തി ക്യാൻസർ വന്ന്, എയ്ഡ്സ് വന്ന്, പുഴുത്ത് നരകിച്ച്, കുഷ്ഠം പിടിച്ച്, ചാകാൻ നേരത്ത് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുമ്പോ ആക്സിഡന്റ് ആയി അവിടെ കിടക്കുമ്പോ പേപ്പട്ടി കടിച്ച് ഇടിമിന്നലേറ്റ്, ഇങ്ങനെയൊക്കെ ഞാൻ പ്രാകാറ്. ഇങ്ങനെ നശിച്ച് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ അവിടെ കരണ്ട് വരെ പോണേ, ഇങ്ങനെയൊക്കെ ഞാൻ പ്രാഗിയിട്ടുണ്ട് സത്യം. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട്. ഇതിപ്പോ ഏതടിയാ? പാച്ചുണോ? പാച്ചു ഓക്കെ. ഇവിടെ കുറെ നേരം ഏതോ ഒരു ഡി എന്നിട്ട് റേഡി കുറെ നേരമായിട്ട് ഇങ്ങനെ ജോയിൻ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ട്രോളന്മാരോട് അത്രയും ദേഷ്യമുണ്ട്. അതിപ്പോ നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോ ആരോടായാലും നമുക്ക്, അത് ഇല്ലാത്തതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് പറയുമ്പോ അവരോട് സ്വാഭാവികമായിട്ട് നമുക്കൊരു ദേഷ്യം തോന്നും, ഇല്ലേ? അത് എനിക്ക് മാത്രമല്ല, ഈ ലോകത്തെ എല്ലാവർക്കും തോന്നും. ഓക്കെ, പാറു ഗെയിം കളിക്കുമ്പോ, ഗെയിം കളിച്ച് തോക്കുമ്പോ കരയാറുണ്ടല്ലോ, അതെന്തിനാ? ഞാൻ ഗെയിം കളിച്ച് തോൽക്കുമ്പോ കരയാറൊന്നുമില്ല. ആരാ പറഞ്ഞേ? ഇവിടെ കമന്റ് വന്നാണ്. അത് അവന്റെ അടുത്ത് പോയി പണി വെക്കാൻ പറ. ഞാൻ ഗെയിം കളിക്കുമ്പോ കരയണത് കഴിഞ്ഞില്ലേ?
അങ്ങനെയാണ് കാര്യങ്ങള്. എത്ര ഫോൺ ഉണ്ട് യാറുവിന്? 4 ഉണ്ടായിരുന്നു, ഒരെണ്ണം പൊട്ടി. 4 ഫോൺ ഉണ്ടായിരുന്നു. 4ലും എത്ര എത്ര സിമ്മുകളുണ്ട്? ഇല്ലേ, 2 സിമ്മേ ഉള്ളൂ. 2 സിമ്മില്ലാത്ത ഫോണാ. ഓക്കെ. ടോട്ടല് എത്ര വാട്സപ്പ് ഉണ്ട്? എനിക്ക് നാട്ടിലൊരു വാട്സപ്പ്, അല്ലാത്ത 2. 3 വാട്സപ്പാ? എസിയോ ആയിട്ട് ചേച്ചി കഴിച്ചോ? ചേച്ചി കഴിച്ചിട്ട് പോണേ. 3 വാട്സപ്പാണുള്ളത്. യാറുവിന്റെ പ്രധാന ഹോബി എന്താ? എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ എഴുത്തും വായനക്കായിരുന്നു ഹോബി. ഇപ്പോ പകൽ ഉറങ്ങാനാണ് പ്രധാന ഹോബി. പിന്നെ പണ്ട് എഴുത്ത് വായന, അതില് എന്താ എഴുതാറ്? അങ്ങനെയൊന്നുമില്ല, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്. വായിക്കാറെന്താ? വായിക്കാറ് എനിക്ക് ഏറ്റവും കൂടുതൽ മാധവിക്കുട്ടിയുടെ ബുക്സ് ആണ്. ടിക്ടോക്ക് അല്ലേ ഹോബി? ടിക്ടോക്ക് എനിക്ക് ഭയങ്കര ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലിയിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇതിനെ ടിക്ടോക്കിനെ എൻ്റെ ഒരു ജോലിയായിട്ട് കാണാം. അതിന് ഞാൻ ഉറങ്ങുന്നത് ഒരു 5-6 മണിക്കൂർ ഉറങ്ങുന്നതല്ലാത്ത ബാക്കി അത്രയും സമയം ഞാൻ ഇതിലാണ്. എന്ന് വെച്ചാൽ ടിക്ടോക്കിലെ പുതിയ പുതിയ അപ്ഡേഷൻസ്, പുതിയ ഓരോ ആൾക്കാർ വരുമ്പോൾ അവരുടെ ഗെയിമിന്റെ ഓരോ സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, പുതിയ ആൾക്കാർ ആരൊക്കെ വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഇതിൽ ഫുൾ ടൈമാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഫുൾ ഡെഡിക്കേറ്റഡ് ആണ് ടിക്ടോക്കിൽ. മാധവിക്കുട്ടിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? മാധവിക്കുട്ടി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും തുറന്നു പറയാൻ മടിയുള്ളവരാണ്. ഓക്കെ. അപ്പോ മാധവിക്കുട്ടി എന്ന് പറയുന്നത് അവർക്ക് എന്താണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണോ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഒരാളെയും പേടി കൂടാതെ ആൾക്കാരുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അവര്. എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അവരെന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ, മറ്റുള്ളവർക്ക് അവരെ കുറിച്ച് നെഗറ്റീവായിരിക്കും അഭിപ്രായം. ബട്ട് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് ഞാനും പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും, ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിലുള്ള എന്തിനെ കുറിച്ചും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികം. ഞങ്ങൾ പെൺകുട്ടികളിൽ പലരും ഓരോ ഇപ്പൊ ഈ പോൺ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ആരോടെങ്കിലും ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോടനെ, നീ അത് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനും നീ എന്നോട് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മാതിരി ഒരു പുളിച്ച ഉത്തരമായിരിക്കും തിരിച്ചു തരാം. ബട്ട് മാധവിക്കുട്ടി അങ്ങനെയല്ല. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം അവർ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ തോന്നിയിട്ടുണ്ടോ അതൊക്കെ എഴുതാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. സോ എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാ. ആ ഒരു ധൈര്യം, ആ ഒരു തൻ്റെ ഇടം, അതൊക്കെ ഭയങ്കര, അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ. എനിക്ക് ഞാൻ എന്താ പറയാ, മാധവിക്കുട്ടിനെ കുറിച്ചിട്ട് മാധവിക്കുട്ടിയുടെ കഥകളൊന്നും അധികം ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല, വായിക്കാത്തത് കൊണ്ട്. ഓക്കെ. പിന്നെ വേറെ മലയാളി ഗെയിമർ, ഏറ്റവും നല്ല ഗെയിമർ ആരാണ്? പാർവതി. പറയാൻ കാരണം എന്താ? പറയാനുള്ള കാരണം എനിക്ക് എന്റെ ഗെയിമിങ്ങിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഏറ്റവും നല്ല ഗിഫ്റ്റർ മല്ലൂസിലെ ഏറ്റവും നല്ല ഗിഫ്റ്റർ ടിക്ടോക്കില്? അത് ഡി ആണ്. പാറുവിന് ഏറ്റവും കൂടുതൽ എന്റെ ഗിഫ്റ്റർ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ബിക്കോസ് ഞാൻ അതിന്റെ റീസണും കൂടെ പറയാം. ഒരുപാട് വലിയ വലിയ ഗിഫ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ആളെ കാണുന്നത്. എല്ലാ ഗിഫ്റ്റേഴ്സും ഇവിടെ ഒരുപാട് കാലം നിന്നിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരാ. എൻ്റെ ഇതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന ഗിഫ്റ്റേഴ്സും ഇപ്പം എന്റെ സപ്പോർട്ടർ അല്ലെങ്കിൽ പോലും പാച്ചുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പൊ പാച്ചു വരുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ടേഴ്സ് ആണെങ്കിലും ഇപ്പോഴാണ് അവർ 40 ലെവലൊക്കെ മേ ബി എത്തിയേക്കുന്നത്. പക്ഷെ പാച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി 3 മാസം കൊണ്ടാണ് 42 ലെവലായത്.
ഒരു 3 മാസം കൊണ്ട് 42 ലെവൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടറായിട്ട് തന്നെ ഞാൻ ആളെ പറയും. അപ്പോ പാറു പറയുന്നത് മല്ലൂസിലെ ഏറ്റവും ടോപ്പ് ഗിഫ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? എന്റെ അഭിപ്രായത്തില് പാച്ചുവാണ്. ടോട്ടലി നോക്കിയിട്ട് പലരും ഉണ്ടായിരിക്കും. ബട്ട് ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ മാറ്റം വരുത്തിയ ഒരാളാ ആയെന്നുള്ള നിലയ്ക്ക്, കാരണം പാച്ചു പിന്നീട് കിഡ്നിങ് നിർത്തിയ ആളാണ്. ഇപ്പൊ ഇല്ല. അപ്പൊ ആളിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലൊക്കെ ആളുടെ സാഹചര്യം അല്ലെങ്കിൽ ആളുടെ വാപ്പാക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നതാണ്. സോ എനിക്കതിൽ ഭയങ്കര പ്രൗഡാണ്. കാരണം സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം മാറ്റിവെച്ച് പോയൊരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ് ആളുടെ കാര്യത്തിൽ എല്ലാം കൊണ്ടും. നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ, നല്ലൊരു ഗിഫ്റ്ററായിട്ട് തന്നെ ഞാൻ കാണുന്നു. നല്ലൊരു ഗിഫ്റ്റർ എന്നതിനെക്കാട്ടിലും അധികം നല്ലൊരു മനുഷ്യനാണ് അയാൾ. പാറുവിന് ഗിഫ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആളാരാണ്? അതും ആള് തന്നെ ഡി എൻ എ. ഇപ്പോ എന്ന് പറയുന്നത് മല്ലൂസിൽ ഇപ്പോ നോക്കുമ്പോ തന്നെ ടോപ്പ് ഇതിൽ നിൽക്കുന്നത് RRV 49 ആണ് ബാഡ്ജ്. അതേപോലെ 7X ഉണ്ട്. 7X 40 എത്രടാ? 48 47 RRV ഉണ്ട്. ആണോ? ഇവരൊക്കെ ഇത്രയും ആയിണ്ടോ? എനിക്കറിയില്ലായിരുന്നു, ഞാൻ നോക്കാറില്ല. അപ്പൊ അങ്ങനെ